അസ്തിത്വത്തിൽ സ്വത്വഭ്രംശം സംഭവിച്ച് ആ സ്വത്വഭ്രംശത്തിൻ്റെ തണൽ തേടി യാത്ര ചെയ്ത് ഒടുവിൽ ഒരു തീരെ തണഞ്ഞ ശേഷം അവിടെ നിന്ന് ലഭിക്കാവുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഉന്നതമായ ബിരുദങ്ങൾ സ്വന്തമാക്കി ആ ബിരുദത്തിൽ അഗ്രഗണ്യനായി വാട്സപ്പ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഏറ്റവും ഉന്നതമായ ബിരുദം ഐസക് ന്യൂട്ടനെയും അതുപോലെ വളരെ പ്രഗത്ഭരായ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെക്കാൾ മികച്ച വിദ്യാഭ്യാസം നേടി രംഗത്ത് വന്ന ഒരു മഹാപ്രതിഭയെയാണ് ഞാനിനി പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ആമുഖമായി ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇതിൻ്റെ ഉത്തരം തേടി പണ്ട് ബുദ്ധഭഗവാൻ ഈ കൊട്ടാരത്തിൽ നിന്നിറങ്ങി സഞ്ചരിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞ കാര്യം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ തപ്പിയിട്ട് കിട്ടാതെ വന്ന് അത് തേടി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പുറപ്പെട്ട് യാത്ര ചെയ്ത് വളരെ മുഷിഞ്ഞ വേഷത്തിലോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക നില തകരാറിലായോ എന്ന രൂപത്തിലൊക്കെ തോന്നിപ്പിക്കും വിധം ഏതെങ്കിലും തെരുവുകളിലോ കവലകളിലോ ഒക്കെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അദ്ദേഹത്തെ അത് കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മാനസിക രോഗാശുപത്രിയിൽ എത്തിക്കുകയോ അത്തരത്തിലുള്ള ഒരു സംഗതികളോ ചെയ്യരുത് എന്നൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്യുന്നതൊന്നും അല്ലിത്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയും ഈ അസ്തിത്വ ഭ്രംശാനന്തരം എത്തിച്ചേർന്നെടുത്ത് മറ്റൊരു തരത്തിലും തിരിച്ചറിയാനാവാത്ത വിധം അടയാളപ്പെടുത്തും വിധമുള്ള ഒരു വേദിയോ ഒരു സ്ഥലമോ ഒന്നും ലഭിക്കാത്തതുകൊണ്ട് ഇത് ചെയ്ത് മാത്രം ജീവിക്കുക എന്ന ഒരു ഉപജീവന മാർഗമാണ് അദ്ദേഹം തേടുന്നത്. ഏതായാലും അദ്ദേഹം തേടി ഇറങ്ങിയത് എന്താണെന്നുള്ളത് ഇനിയൊന്ന് കാണാം. 100 ആയത്തുകൾ, ഈ 157 ആയത്തുകൾ ഖുർആനകത്തുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലൊരു കോടതി തന്നെ നിരോധിച്ചിട്ടുണ്ട്. 27 ആയത്തുകൾ പറഞ്ഞ് ഇത് പാടില്ല, എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. ഖുർആന്റെ എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ കോടതി പറഞ്ഞതാണ്, മനസ്സിലായി. ഇതൊരു യുദ്ധപുസ്തകമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്ന, യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന പുസ്തകം. ഇത് സംഗതി ഈ അറബി തന്നെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്കിതൊന്നും അറിയാതിരുന്നത്. ഇപ്പോഴല്ലേ ഇതൊക്കെ പരിഭാഷപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ കാര്യം നമുക്കറിയാൻ തീരുമാനമായി. അത് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പം തന്നെ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് അത് ബാൻ ചെയ്ത് കളയും, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുള്ളി പഠിച്ചതും വളർന്നതുമെല്ലാം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ്. ആകെ ജൈവിക പ്രക്രിയ ജനിച്ചത് മാത്രമാണ്, ബാക്കിയെല്ലാം അദ്ദേഹം ഇതിലാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയിൽ ഒരു കോടതി ഖുറാൻ ബാൻ ചെയ്തു, ഖുറാന്റെ വേഴ്സ് ബാൻ ചെയ്തു. നിങ്ങൾ കേട്ട് കാണും. അത് ഏത് കോടതിയാണെന്നൊന്ന് പറയാം. എന്റെ സമയമാണ്, ഞാൻ ആ സമയം ത്യജിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഏത് കോടതിയാണ് ഖുറാൻ ബാൻ ചെയ്തത്? ഈ ചോദ്യങ്ങളെല്ലാം എനിക്കുണ്ട്. എന്റെ സമയം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുക. 1986 ഇത് 80കളുടെ മധ്യത്തിൽ നടന്നൊരു സംഭവത്തിന് ഇതായിട്ടാണ് ഹൈക്കോടതി ഇതല്ല സോറി, എനിക്ക് കിട്ടിയ റിസൾട്ട് തെറ്റിപ്പോയി. അത് ഈ പിള്ളേർ ലാബിലൊക്കെ നമ്മൾ ലാബ് വർക്ക് ചെയ്യുമ്പോൾ ചില സംഗതികൾ ഔട്ട്പുട്ട് കിട്ടാതെ വരും. അപ്പോൾ അതിങ്ങനെ 2 തലപ്പ് പിടിച്ച് മുട്ടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് മുട്ടിച്ചപ്പോൾ കിട്ടിയില്ല. അതാണ് പുള്ളി കിട്ടിയില്ലെന്ന് പറഞ്ഞു. കൽക്കട്ട ഹൈക്കോടതിയിൽ അത് കോടതി തള്ളുകയുണ്ടായി. അതല്ല, വേറൊരു ഇതുണ്ട്. പക്ഷെ അത് നോക്ക് പപ്പകുമാര ഇപ്പോഴില്ല, അതൊന്നല്ല, ഇതൊക്കെ അതിന് മുമ്പത്തെയാണെന്നേ സംഗതി. ഇതിപ്പോ എവിടെ റിസൾട്ട് വരുന്നില്ല. കുറച്ചുകൂടെ നല്ല ലാഭം കൊടുക്കും. അത് ഞാൻ പറഞ്ഞ അടുത്ത ചോദ്യം ചോദിക്കാം. നോക്കി എടുത്തോളുക, ഞാൻ ഉത്തരം പറയാം. ഇനി എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 2021 വസീം റിസ്വി എന്ന് പറയുന്ന, എനിക്ക് പേഴ്സണലി അറിയാവുന്ന, ഞങ്ങളോടൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കാറുള്ള ഒരു വ്യക്തി ഒരു PAL കൊടുത്തു. മുസ്ലിം നാമധാരിയാന്നേ ഉള്ളൂ. 26 വേഴ്സസ് ഖുറാനിന്ന് റിമൂവ് ചെയ്യണമെന്ന്. സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്താണെന്ന് അറിയാമോ? അയാൾക്ക് 50,000 രൂപ ഫൈൻ അടിച്ചു. അതാണ് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ചെയ്തത്.
ഇതിന്റെ പ്രശ്നം എന്താ അറിയാം, അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മുഖ്യധാരയിൽ പലപ്പോഴും ഇടുമ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയും. അതുകൊണ്ട് വാട്സപ്പിൽ നമുക്ക് പലപ്പോഴും ഇടാം. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നമ്മുടെ നാടിന്റെ ഒരു വലിയ പ്രശ്നമാണ്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പെട്ടുപോകരുത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ അർത്ഥസത്യങ്ങൾ കൊണ്ട് യഥാർത്ഥ സത്യത്തെ മറച്ചു വെച്ച് അങ്ങനത്തെ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്നതാണ്. പലരും അതിൽ വീണു പോകുന്നതാണ്. ഞാനൊരു വ്യക്തിയെ മോശമായിട്ട് പറയല്ല. അതാണ് ഇത്. കേട്ട പാതി കേൾക്കാത്ത പാതി. താൻ വൈസ് ചാൻസലറായിട്ടുള്ള നിരവധി ഡിഗ്രികൾ സ്വന്തമാക്കിയിട്ടുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റിയെ രാഹുൽ ഈശ്വർ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സത്യം തേടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അനിൽകുമാർ അയ്യപ്പൻ. ആ യാത്രയിൽ അദ്ദേഹം ധരിച്ചിരുന്നത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള വെള്ള വസ്ത്രങ്ങളാണ്. കയ്യിൽ പുറപ്പെടുമ്പോൾ ഒരു ലാപ്ടോപ്പും ഒരു സഞ്ചിയും ഉണ്ടായിരുന്നു. സഞ്ചിയിൽ 2 ചിന്തകൾ അദ്ദേഹം ആ സഞ്ചിക്കകത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഖുർആനിലതുണ്ടോ മറ്റേത് ഇല്ലയോ എന്നുള്ളതാണ് 2 സവിശേഷമായ രീതിയിൽ സഞ്ചിയിലിട്ടിരിക്കുന്നത്. ആ സഞ്ചിയും കൊണ്ടാണ് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. ആ പുറപ്പെട്ടാണ് അദ്ദേഹം അവിടുന്ന് പോയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് അദ്ദേഹം എവിടെയെങ്കിലും മടങ്ങി വരൂ എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ട് അനിൽകുമാർ അയ്യപ്പനെ എവിടെയെങ്കിലും വെച്ച് കണ്ടുകിട്ടിയാൽ നിങ്ങൾക്ക് ഈ ഉത്തരം കാണുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യണമെന്നല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കരുത്. ഈ റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് അതിൽ പ്രതിഷേധിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. ഓരോ ഉപജീവന മാർഗവും ജീവിതങ്ങളും കഷ്ടം.